നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ചാർലി കിർക്കിൻ്റെ വൈഫ് എറിക്ക ചാർലി കിർക്കിൻ്റെ മെമ്മോറിയൽ സർവീസിൽ നിന്ന് നടത്തിയ ഒരു അംഗവിക്ഷേപം, അതിൻ്റെ ഒരു അപാകതയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ പ്രേക്ഷകർ പലരും ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ചെയ്ത ആൾ വളരെ ബുദ്ധിയില്ലാത്ത ആളാണ്, ഒത്തിരി തെറ്റായ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത് എന്നൊക്കെ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കാനിടയെത്തുന്നു. ചിലർക്കൊക്കെ സങ്കടം, ചാർലി കിർക്കിൻ്റെ വിധവയെ കൊച്ചാക്കാൻ വേണ്ടി എന്തോ കാര്യം ഞാൻ ചെയ്തു എന്ന തരത്തിലായിരുന്നു ആളുകൾ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ആളുകളൊക്കെ ഒത്തിരി ഇമോഷണലാണ്. ഞാൻ എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് പോലും ആളുകൾ മനസ്സിലാക്കാൻ, ശ്രദ്ധ കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനിയും എൻ്റെ ഒരു ശീലം പറയാം. ആസാദിയുടെ ന്യൂസുകൾ, പാഠഭേദങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഇമോഷണലായിട്ട് ഒരിക്കലും ഞാൻ ഒരു ന്യൂസ് കൈകാര്യം ചെയ്യത്തില്ല. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, ഇന്ത്യയിൽ ക്രിസ്തീയ വളർച്ചയാണെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രവും പറഞ്ഞപ്പോൾ അതിൻ്റെ സത്യം എന്താണെന്ന് ഞാൻ അന്വേഷിക്കുവാൻ ശ്രമിച്ചു. നമ്മൾ ഇമോഷണലായിട്ട് വാർത്തകൾ ചെയ്യാതെ സത്യം എന്താണോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ആളുകൾ എതിര് പറഞ്ഞാലും അതൊരു പ്രശ്നമില്ല. ഇതാണ് എൻ്റെ ഒരു അടിസ്ഥാനപരമായ നിലപാട്. ചിലരൊക്കെ പറഞ്ഞു പാസ്റ്റർക്ക് സൈൻ ലാംഗ്വേജിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, രണ്ട് അഭിപ്രായങ്ങളാണ് എറിക്കയുടെ ഈ ഒരു ഗസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. അത് എന്തുമാകട്ടെ, ആ ഗസ്റ്റർ ഐ ലവ് യു എന്നാകട്ടെ അല്ലെങ്കിൽ ഒരു സൈതാനിക് സിംബലാകട്ടെ, എന്തുമാണെങ്കിലും അത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയുടെ ആ ചെറിയ ഭാഗം ഒന്ന് കേട്ടാട്ട് അതിനുശേഷം കുറേ കാര്യങ്ങൾ കൂടെ എനിക്ക് പറഞ്ഞു തരണം എന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഐ ലവ് യു എന്ന് പറയുന്ന ആ ഒരു അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ആ ഒരു സിമ്പൽ, അതിന് സൈത്താനിസ്റ്റുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല എന്നാണ് ആളുകൾ വാദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വാദിക്കുന്നത്? കാരണം ഞാനൊരു വീഡിയോ ഇട്ടു, അതായത് എറിക്ക കാണിച്ചത് ആ ഗസ്റ്റർ സൈത്താനിക്കാണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോടെ ഒരു വീഡിയോ ഇട്ടു. അന്നേരം തന്നെ ആളുകൾ പോയിട്ട് ആ ഒരു സിമ്പിൾ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഉത്തരവെല്ലാം ഇത് ഐ ലവ് യു ആണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ എല്ലാവരും ഇട്ടു, പാസ്റ്റർ ഇത് ഐ ലവ് യു ആണ്, ഇത് ഐ ലവ് യു ആണ്, ഇത് സൈത്താനിക് ഗസ്റ്റർ അല്ല എന്ന ആളുകൾ കമൻ്റ് ഇട്ടു. നിങ്ങൾ ഈ സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ അർത്ഥം കണ്ടാൽ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് ആകുന്ന ഐ ലവ് യുവിനെ ഈ പറഞ്ഞതുപോലെ സൈത്താനിക് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരസ്യമായ ഒരു സത്യമാണ്. ആ ഭാഗത്തിലേക്ക് ഞാൻ വരാം, നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റിത്തരാം. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാക്കി മാത്രമാണ് എല്ലാ സമയത്തും ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പിന്നെ ഒരു വികാരജീവിയല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാർലി കിർക്കിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ വികാരപരമായിട്ട് എടുക്കും എന്നൊരു നിലപാട് എനിക്കില്ല. ശരിയും തെറ്റും എന്താണോ അത് തുറന്നു പറയുക. ചാർലി കിർക്കിൻ്റെ രക്തസാക്ഷിത്വം, ചാർലി കിർക്കിൻ്റെ ഭാര്യ ആ കുറ്റവാളിയോട് ക്ഷമിച്ചത്, ഇതെല്ലാം നല്ല നല്ല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വീഡിയോ ചെയ്തു എന്നതിൻ്റെ അർത്ഥം അവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം തമസ്കരിക്കുക എന്നുള്ളതല്ല. ചാർലി കിർക്കിൻ്റെ ഡോക്ടറിനോട് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സമയമുണ്ടെങ്കിൽ അതും ഞാൻ എടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ടേണിംഗ് പോയിൻ്റ് USA ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. കാരണം അതിനും വ്യക്തമായ കാരണമുണ്ട്. അതെല്ലാം ഇന്ന് ഞാൻ വിശദീകരിക്കാം. എന്നാൽ ആദ്യം ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്ത് പറഞ്ഞിരുന്നതെന്ന് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒരു പ്രതികരണം എന്ന നിലയിൽ എറിക്ക ആ സ്റ്റേഡിയത്തിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി കരമുയർത്തുന്നു. പക്ഷെ കരമുയർത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു യോയോ സിമ്പൽ അല്ലെങ്കിൽ ഒരു സൈത്താനിക് ഹോൺ, അതാണ് എറിക്ക കാണിക്കുന്നത്. സൈത്താനിക് വർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു സിമ്പൽ, ഈ കാലത്ത് യൗവനക്കാരുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു സിമ്പലാണ് ഈ എറിക്ക കാണിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി വിവാദമായി തീർന്നു. എറിക്ക അറിഞ്ഞുകൊണ്ടാണോ ഇത് കാണിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം ഇതില്ല. മറ്റു ചിലർ പറയുന്നത് എറിക്ക കാണിച്ചത് അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ഐ ലവ് യു എന്ന ഒരു സൈനാണ് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്താണെങ്കിലും ഈ തർക്കം ഇങ്ങനെ നടക്കുകയാണ്. എറിക്ക ആ ക്രൗഡിനെ നോക്കി ഐ ലവ് യു ആണോ കാണിച്ചത് അതോ സൈത്താനിക് ഹോൺ ആണോ കാണിച്ചത് എന്ന് ഉള്ള തർക്കം തുടരുകയാണ്. എന്താണെങ്കിലും ഐ ലവ് യു ആണെങ്കിലും സൈത്താനിക് ഹോൺ ആണെങ്കിലും നേരിയ വ്യത്യാസം മാത്രമാണ് ഈ സൈൻ ലാംഗ്വേജുകൾക്ക് തമ്മിൽ ഉള്ളത്. അത്തരം ഒരു ഗസ്റ്റർ
എറിക്ക അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് വലിയൊരു വിവാദമായി, ഒരു തെറ്റിദ്ധാരണയായി പടർന്ന് പിടിക്കുകയാണ്. പ്രത്യേകിച്ചും ചാർലി കിർക്ക് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സന്ദേശം, ആ സന്ദേശം സാത്താന്യമാകുന്ന, ഇവിൾ ആകുന്ന എല്ലാത്തെയും എതിർക്കുന്നതായതുകൊണ്ട് ഇങ്ങനെ ഒരു ഗസ്റ്റർ അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ എതിരാളികൾ മുതലെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യൗവനക്കാരായ പല കുട്ടികളും അറിയാതെ തന്നെ ഇത്തരം സാത്താന്യമാകുന്ന സിംബലുകളെ അവരുടെ ചേഷ്ടകളിൽ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും അത് സാത്താനെ വാഴ്ത്തിപ്പാടുന്ന, സാത്താനെ സ്തുതിക്കുന്ന വാചകങ്ങളാണെന്ന് അവർ തന്നെ അറിയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ എൻ്റെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത് ഇത് ഐ ലവ് യു സൈൻ ആണെങ്കിലും സൈത്താനിക് സൈൻ ആണെങ്കിലും ആ ഒരു ഗസ്റ്റർ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ഈ പറഞ്ഞ ചാർലി കിർക്കിൻ്റെ മരണത്തിലൂടെ കിട്ടിയ ഒരു ഉണർവിനെ ഒക്കെ എതിർപക്ഷത്തിന്, ശത്രുവിന് വില കുറച്ച് കാണിക്കുവാൻ ഇതൊരു ആയുധമായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വീഡിയോയുടെ കമൻ്റ് ഇട്ടവരിൽ ചിലരൊക്കെ പറഞ്ഞു നിങ്ങളെന്തിനാണ് ആളുകളെ കുറ്റം പറയുന്നത്. അവർക്ക് തോന്നി ഇത് ഞാൻ കണ്ടുപിടിച്ച എന്തോ ഒരു സംഭവമാണ്, ഫിനിപ്പാസ്റ്റാണ് ഇങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ടൊരു ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെയല്ല അതിൻ്റെ വാസ്തവം. ഇത് വളരെയധികം ആളുകൾ വീഡിയോകളിലൂടെ ചാർലി കിർക്കിൻ്റെ ഭാര്യ സൈത്താനിക് ഗസ്റ്റർ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ, 1-2 വീഡിയോ ഒന്നുമല്ല കേട്ടോ, എത്ര ഷോർട്സ് തന്നെയാണെന്നറിയാമോ. അങ്ങനെ എത്രയോ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിലാകട്ടെ മറ്റ് വീഡിയോകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എല്ലാം പറയുന്നത് ചാർലി കിർക്കിൻ്റെ ഭാര്യ സൈത്താനിക് സിംബൽ കാണിച്ചു. അപ്പോൾ നിങ്ങൾ പറയാം ഐ ലവ് യു പാസ്റ്ററെ, പറയാൻ വരട്ടെ, ഐ ലവ് യു ആയിരിക്കാം അവർ കാണിച്ചത്. പക്ഷേ ആ സിംബലിന് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ട്. അതായത് സൈത്താനിക് ഹോൺ എന്ന് പറയുന്ന സിംബൽ കാണിക്കുമ്പോൾ തള്ളവിരൽ മടക്കി പിടിച്ചുകൊണ്ടാണ് കാണിക്കുന്നതെന്നും തള്ളവിരൽ നൂർത്ത് പിടിച്ച് കാണിച്ചാൽ അത് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് ഐ ലവ് യു ആണെന്നും ഇത് ഈ വീഡിയോ ഉണ്ടാക്കിയവർക്കെല്ലാം അറിയാം, അമേരിക്കക്കാർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ആളുകളാണ് ഈ വിവാദം ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും, അതായത് ടൈംസ് നൗ, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ് പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു വളരെ കാര്യമായിട്ട്. ചാർലി കിർക്കിൻ്റെ വൈഫിൻ്റെ ആ ഒരു ഹാൻഡ് ഗസ്റ്റർ വിവാദമുണ്ടാക്കുന്നു എന്ന പേരിൽ ഒരു വാർത്ത ചെയ്തു. ആ വാർത്തയാണ് നമ്മുടെ ചാനലിലും ഞാനും ചെയ്തത്. എന്താണ് ഹിന്ദുസ്ഥാൻ ടൈംസിൽ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഞാൻ ആ വാർത്തയൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത്, ഹീ ദെൻ പോയിൻറ്റഡ് up towards a large photo of her husband and Turning Point USA founder. It was then, ഇവിടെ പറയുന്നത്, it was then that Erica made a hand gesture extending her index thumb and pinky fingers while folding the middle and ring fingers down, leaving social media users confused. ഈ കൺഫ്യൂഷനെ കുറിച്ചാണ് ഞാൻ എൻ്റെ വാർത്തയിൽ പറഞ്ഞത്. അതായത് ഈ കാണിച്ചത് ഐ ലവ് യു ആണെന്ന് നമ്മൾ ഈ സെർച്ച് ചെയ്താൽ കിട്ടും, സംഭവം ശരി തന്നെ. പക്ഷേ പോപ്പുലർ കൾച്ചറിൽ ഇത് ഐ ലവ് യു മാത്രമല്ല ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കണം. അതായത് തള്ളവിരൽ മടക്കിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇത് സൈത്താനിക് ഹോൺ അല്ല എന്ന് വാദിക്കുന്നവരോടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഒരു വ്യക്തി ചോദിച്ചു, വൺ പേഴ്സൺ ആസ്ഡ്, ഗോർക്കിനോട് ഒരാൾ ചോദിച്ചു, അതായത് എലോൺ മസ്കിൻ്റെ AI സംവിധാനമാണ്, ഈ ഗസ്റ്ററെ, എറിക്ക കിർക്ക് കാണിച്ച ഈ ഗസ്റ്റർ എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് എലോൺ മസ്കിൻ്റെ ഗോർക്ക് പറഞ്ഞത് വിചിത്രമായ ഒരു ഉത്തരമാണ്. എലോൺ മസ്കിൻ്റെ ഗോർക്ക് പറഞ്ഞത് ഇത് 47 എന്ന നമ്പറാണ് ഇൻ സപ്പോർട്ട് ഓഫ് ട്രംപ്സ് പ്രസിഡൻസി. അതായത് ട്രംപ് 47ാമത്തെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് 47 എന്ന നമ്പറാണ് ഈ പറഞ്ഞ എറിക്ക കാണിച്ചതെന്നാണ് ഗോർക്ക് ചിലരോട് പറഞ്ഞു കൊടുത്തത്. മറ്റ് ചിലർ അതർ സീ ഇറ്റ് ആസ് ദ റോക്ക് ഓൺ ഓർ ഹോൺ സൈൻ, മറ്റ് ചിലർ ഇതിനെ റോക്ക് ഓൺ അല്ലെങ്കിൽ ഹോൺ സൈനായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെട്ടത്. അതായത് ഇവിടെ ഒരു കമൻറ്റ് കൊടുത്തിരിക്കുന്നു, സോറി ബട്ട് വൈ ഡിഡ് എറിക്ക മേക്ക് ദ ഡെവിൾ ഹോൺ ഹാൻഡ് ഗസ്റ്റർ അറ്റ് ദ എൻഡ് വിത്ത് ട്രംപ്? I watched the NDR memorial and thought it was very heartfelt and speeches were moving, but why that from her? It was not a rock concert. I am truly perplexed. Another person asked on X platform, formerly known as Twitter. ട്വിറ്ററിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സിൽ ഒരു യൂസർ ചോദിച്ച ചോദ്യം അതുപോലെ ഹിന്ദുസ്ഥാൻ ടൈംസ് എടുത്തിട്ടിരിക്കുകയാണ്. സോറി, ക്ഷമിക്കണം, എന്തിനാണ് എറിക്ക അങ്ങനെ ഒരു ഡെവിൾ ഹോൺ കാണിച്ചത്?
ഇപ്പോൾ ഈ കമൻ്റൊക്കെ എഴുതിയിരിക്കുന്നത് ഫിനിപ്പാസ്റ്ററെ പോലെ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലുമല്ല, അമേരിക്കക്കാരാണ്, അമേരിക്കൻ സൈൻ ലാംഗ്വേജ് അറിയാവുന്നവരാണ്. അവർ ചോദിക്കുക, എന്തിനാണ് എറിക്ക ഈ പറഞ്ഞ ഡെവിൾ സോൺ കാണിച്ചത്? അബദ്ധം പറ്റിയതാണോ? അറിയാത്തത് കൊണ്ടാണോ? എറിക്ക കാണിച്ചത് ഐ ലവ് യു സൈൻ ആണെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആ സൈൻ ഐ ലവ് യുവിന് വേണ്ടി മാത്രമല്ല പോപ്പുലർ കൾച്ചറിൽ ഇന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഈ പറഞ്ഞ ഡെവിൾസ് ഹോൺ 3-4 തരത്തിൽ കാണിക്കുന്ന രീതിയുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പോപ്പുലറായിട്ട് നമുക്കറിയാവുന്ന തളവരിൽ മടക്കി റിങ് ഫിംഗറും നടുക്കത്തെ ഫിംഗറും മടക്കിക്കൊണ്ട് ബാക്കി 2 ഫിംഗറും ഉയർത്തി, പിങ്കി ആൻഡ് ചെറുവിരലും അതുപോലെ തന്നെ മോതിരവിരലും ഉയർത്തിക്കൊണ്ട് കാണിക്കുന്നൊരു സൈൻ. അതുകൂടാതെ തന്നെ ഈ എറിക്ക കാണിച്ച അതേ സൈൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ അതും ഡെവിൾസ് ഹോണാണ്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ ഐ ലവ് യു സൈൻ തന്നെ ഡെവിൾസ് ഹോണായിട്ട് തന്നെ പലരും കാണിക്കുന്നു. എന്താണെങ്കിലും ഈ സൈൻ ഐ ലവ് യു ആണെന്ന് എറിക്കയ്ക്ക് അറിയാം, ഈ സൈൻ ഐ ലവ് യു ആണെന്ന് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്കും മനസ്സിലായി. പക്ഷേ ഈ സൈനിന് മറ്റൊരു അർത്ഥവും ഇന്ന് പോപ്പുലർ കൾച്ചറിൽ ഉള്ളതുകൊണ്ട് ഇത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഈ പറഞ്ഞ ചാർലി കിർക്കിൻ്റെ ആശയങ്ങളെ എതിർക്കുന്നവർക്ക് ആ ഒരു പ്രസ്ഥാനത്തെ എറിക്കയെ അടിക്കാൻ അതൊരു വടിയായി കിട്ടി. ഇത് നമ്മൾ എത്ര പറഞ്ഞാലും ഇത് സത്യമായ കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാട്ടുതീ പോലെ ഈ ഒരു വിവാദം പടർന്ന് എറിക്ക കാണിച്ചത് ഐ ലവ് യു അല്ല, ഡെവിൾസ് ഹോൺ തന്നെയാണെന്ന് ലോകത്തിലുള്ള എല്ലാവരെ കൊണ്ടും വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനൊരു വിവാദം ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. 2015 പോപ്പ് ഫ്രാൻസിസ്, കാത്തലിക് ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ പോപ്പ് ഫ്രാൻസിസ് 2015 ഇതുപോലെ തന്നെ ഒരു ഐ ലവ് യു കാണിച്ചു. അന്നും ഇത് വലിയ വിവാദമായതാണ്. എറിക്കയല്ല, പോപ്പ് കാണിച്ചപ്പോൾ പോപ്പ് കാണിച്ചത് ഡെവിൾസ് ഹോൺ ആണെന്ന് പറഞ്ഞൊരു വലിയ വിവാദമുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ചിത്രം ഇങ്ങനെ പൊന്തി വരുവാൻ തുടങ്ങി, അതായത് പോപ്പ് ഈ ചിത്രം കാണിക്കുന്നത്. അപ്പോഴെല്ലാം കാത്തലിക് ന്യൂസ് ഏജൻസികൾ ഇത് ഡെവിൾസ് ഹോൺ അല്ല, പോപ്പ് കാണിച്ചത് ഐ ലവ് യു ആണെന്നുള്ള വിശദീകരണങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 തെളിവ് നിങ്ങൾക്ക് തരാം. അതായത് പോപ്പുലർ കൾച്ചറിൽ ഇന്ന് ഐ ലവ് യു എന്ന് പറയുന്ന അതേ സൈൻ തന്നെ സെയ്ത്താനിക് ഹോണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സെയ്ത്താനിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വാദിച്ചതിനെ നന്നാക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരു സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വരും വരാഴികകൾ, അത് നിമിത്തമുണ്ടാകുന്ന കൺഫ്യൂഷൻ, തെറ്റിദ്ധാരണയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. എറിക്ക സൈൻ ലാംഗ്വേജ് കാണിക്കാൻ പോയത് വലിയ അബദ്ധമായി എന്നുള്ളതാണ് സത്യം. കാരണം ഈ പറഞ്ഞ വലിയൊരു മൊമെൻറ്റിനെ ആ ഒറ്റ ഗസ്റ്റർ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വികാരപരമായിട്ടല്ല ഈ വിഷയങ്ങളെ കാണുന്നത്. കാരണം വികാരം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ശരിയായിട്ട് നമ്മുടെ വിവേചന ബുദ്ധി കൊണ്ട്, നമ്മുടെ വിവേകം കൊണ്ട് ആ സംഭവം കൊണ്ടുണ്ടായ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കണം, അതിനെ നമ്മൾ വിവേചിക്കണം. അങ്ങനെ മാത്രമേ കാര്യങ്ങളെ കാണുവാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 തെളിവ് നിങ്ങൾക്ക് തരാം. ഈ പറഞ്ഞ ഐ ലവ് യു സൈൻ സെയ്റ്റാനിക് ഗസ്റ്റർ ആണെന്ന് തെളിയിക്കുന്ന 3 തെളിവുകൾ. ഷട്ടർലോക്ക് എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. ഷട്ടർലോക്ക് സൈറ്റ് പിക്ചേഴ്സ് ഷെയർ ചെയ്യുന്ന, പിക്ചറുകൾ നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കുവാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ ആളുകളുടെ എടുത്തിരിക്കുന്ന പിക്ചർ അവർ അപ്ലോഡ് ചെയ്യും, എന്നിട്ട് അവരത് വിൽക്കും. ഇതാണ് സൈറ്റ്. ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചർ നോക്ക്, നിങ്ങൾ പറയുന്ന ഐ ലവ് യു സൈനാണ്. പക്ഷേ ഈ ഐ ലവ് യു സൈനിന് ആ പിക്ചർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആൾ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്കിത് സ്ക്രീനിൽ വ്യക്തമായി കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. മെൻസ് ഹാൻഡ് ഗസ്റ്റർ റോക്ക് ആൻഡ് റോൾ ഹെവി മെറ്റൽ ഡെവിൾസ് ഹോൺ ഗസ്റ്റർ ഓർ ഐ ലവ് യു ഓൺ ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ, വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്ന ഈ പിക്ചർ, ഇത് ഐ ലവ് യു പിക്ചറാണ്, അതോടൊപ്പം തന്നെ ഡെവിൾസ് ഹോണുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഈ ഐ ലവ് യു മാത്രമല്ല ഈ പറഞ്ഞ പിക്ചറിൻ്റെ ഇന്നത്തെ പോപ്പുലർ കൾച്ചറിലെ ഉപയോഗമെന്ന് ഒന്നാമത്തെ തെളിവ്. ഷട്ടർലോക്ക് എന്ന് പറയുന്ന നിങ്ങൾക്കറിയാമല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ്, ഇമേജസ് വിൽക്കുന്ന ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഫോട്ടോസ് വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ പിക്ചർ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പിക്ചർ, ഈ പിക്ചർ എനിക്ക് കാണിക്കുന്നതിൽ വളരെ വിഷമമുണ്ട്. കാരണം അത്രയ്ക്ക് വികൃതമായ ഒരു സൈറ്റാനിക് പിക്ചറാണ്. ഇതൊരു റോക്ക് സ്റ്റാർ, ഒരു റോക്ക് ലെജൻഡ് എന്ന് വിളിക്കുന്ന ആളുടെ ഒരു പിക്ചറാണ്. ജിനെ സൈമൺസ് എന്ന് പറയുന്ന ആളാണ് ഇയാൾ. ഇയാളുടെ പ്രത്യേകത എന്താണെന്നറിയാം, ഇയാൾ ഒരിക്കൽ ഈ ഡെവിൾസ് ഹോൺ എന്ന് പറയുന്ന ഈ ഗസ്റ്ററിന് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ പേറ്റൻറ്റ് കിട്ടാൻ വേണ്ടി കേസ് കൊടുത്ത ആളാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത്
ഐ ലവ് യു സൈനിനെ കുറിച്ച് തന്നെ. അതായത് ഡെവിൾസ് ഹോണും ഐ ലവ് യു ഒന്നെന്ന് തെളിയിക്കാൻ വേണ്ടി പോപ്പുലർ കൾച്ചറിൽ ഇന്ന് അതിൻ്റെ മീനിങ് ഒന്നാണെന്നും അതിൻ്റെ ഉപയോഗം ഒന്നാണെന്നും തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പിക്ചർ. ഞാനിത് ഡേറ്റ എടുത്തിരിക്കുന്ന BBC എന്ന് പറയുന്ന വിശ്വപ്രശസ്തമാകുന്ന ന്യൂസ് ഏജൻസിയിൽ നിന്നാണ്. അവരുടെ ഒരു വാർത്തയാണ്. ആ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ജെനെ സൈമൺ ടു ട്രേഡ് മാർക്ക് ഡെവിൾ ഹോൺസ് ഗസ്റ്റർ. ഈ ജെനെ സൈമൺ ഡെവിൾ ഹോൺ ഗസ്റ്ററിനെ പുള്ളിയുടെ ബൗദ്ധിക സ്വത്താക്കി ട്രേഡ് മാർക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നു. റോക്ക് ലെജൻഡ് ജെനെ സൈമൺ വാണ്ട്സ് ടു ട്രേഡ് മാർക്ക് ദ ഡെവിൾ ഹോൺ ഗസ്റ്റർ. ഞാനിത് കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമത്തിലും ഇതേ വാർത്ത വായിച്ചിരുന്നു. അതായത് 1974 ആദ്യമായിട്ട് തൻ്റെ റോക്ക് സ്റ്റേജിൽ താൻ പെർഫോം ചെയ്യുമ്പോൾ താൻ കാണിച്ച ഐ ലവ് യു സൈൻ അത് ഡെവിൾസ് ഹോണാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് അത് സ്റ്റേജിൽ കാണിച്ചതുകൊണ്ട് തനിക്ക് അതിൻ്റെ ട്രേഡ് മാർക്ക് കിട്ടണം, അതിൻ്റെ പേറ്റൻറ്റ് തനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഈ പറഞ്ഞ ഡെവിൾസ് ഹോണ് തള്ളവിരൽ മടക്കി പിടിക്കുന്നത് പലരും സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ റോക്ക് ലെജൻഡ് ജെനെ സൈമൺസ് പറയുകയാണ്, അതിനെ അല്പം വ്യത്യാസം വരുത്തി ഐ ലവ് യു സൈൻ എന്ന് പറയുന്ന അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ അതേ സൈനിനെ ഡെവിൾസ് ഹോണാക്കി ആദ്യമായിട്ട് സ്റ്റേജിൽ കാണിച്ചത് താനാണ്. അതുകൊണ്ട് അതിൻ്റെ പേറ്റൻറ്റ്, അതിൻ്റെ ട്രേഡ് മാർക്ക് തനിക്ക് വേണം എന്ന് താൻ അവകാശപ്പെട്ടുകൊണ്ട് അപേക്ഷിക്കുവാനിടയായി തീർന്നു. ഇത് കുറേ നാളുകൾ ഈ പറഞ്ഞ ശ്രമം നടന്നു. എന്നാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഈ ട്രേഡ് മാർക്ക് പാസ്സാക്കി കിട്ടിയില്ല. അങ്ങനെ ട്രേഡ് മാർക്ക് അദ്ദേഹത്തിന് കൊടുക്കാത്തതിന് കാരണം ഈ സൈൻ അദ്ദേഹം അവകാശപ്പെട്ടു ഇത് ഡെവിൾസ് ഹോണാണ്. അദ്ദേഹം 1974 ആദ്യമായിട്ട്, അതായത് ഇന്നത്തേക്ക് ഒരു 51 വർഷം മുമ്പ് ആദ്യമായിട്ട് ഈ ഐ ലവ് യു സൈൻ ഡെവിൾസ് ഹോണായിട്ട് സ്റ്റേജിൽ കാണിച്ചു. അതുകൊണ്ട് ആ സൈൻ തനിക്ക് ഡെവിൾസ് ഹോണാക്കി തൻ്റെ ട്രേഡ് മാർക്കാക്കി തൻ്റെ ബൗദ്ധിക സ്വത്ത് ആക്കി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയും, തൻ്റെ ബൗദ്ധിക സ്വത്താക്കി തനിക്ക് കൊടുക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അമേരിക്കൻ സൈൻ ലാംഗ്വേജിൽ ഐ ലവ് യു എന്ന ഒരു അർത്ഥം കൂടെ അതിനുള്ളതുകൊണ്ട് ട്രേഡ് മാർക്കുകാർ ഇദ്ദേഹത്തിന് ആ ട്രേഡ് മാർക്ക് തൻ്റെ ബൗദ്ധിക സ്വത്തായി അംഗീകരിച്ചു കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? രണ്ടാമത്തെ തെളിവ്, ഒന്ന് ഞാൻ ഷട്ടർ ലോക്കിൽ നിന്ന് ഒരു തെളിവ് കാണിച്ചു. ഇവിടെ രണ്ടാമത്തെ തെളിവ് ഞാൻ കാണിച്ചത്, അതായത് റോക്ക് ലെജൻഡ് ജെനെ സൈമൺസ് നടത്തിയ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് അപേക്ഷയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ഗസ്റ്റർ അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ഐ ലവ് യു ആയിരിക്കുമ്പോൾ തന്നെ ഈ ഗസ്റ്റർ ഈ പറഞ്ഞ റോക്ക് സ്റ്റാർ സൈത്താനിക് ഹോൺ എന്ന നിലയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വിക്കിപീഡിയ പറഞ്ഞതുപോലെ ഇന്നും പലരും ഈ രണ്ട് ഗസ്റ്ററും ഒരുപോലെ സൈത്താനിക് ഹോൺ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ എറിക്ക കിർക്ക് ഇത് കാണിച്ചപ്പോൾ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം ഐ ലവ് യു എന്ന അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ഹെലൻ കെല്ലറാണ് ഈ സൈൻ ലാംഗ്വേജ് നിർമ്മിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിൽ ആ സൈൻ ലാംഗ്വേജിലെ ഈ പർട്ടിക്കുലർ ഗസ്റ്ററിനെ സെയ്ത്താനിസ്റ്റുകൾ വ്യാപകമായിട്ട് സെയ്ത്താനിക് ഹോണായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അത് പാം തിരിച്ചു പിടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് സെയ്ത്താനിക് ഹോണാകും എന്ന് അവരുടെ പോപ്പുലറൈസ് ചെയ്ത ഒരു ഈ സെയ്ത്താനിക് ഹോണിൻ്റെ സൈൻ തന്നെ ആണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ തെളിവ്. അപ്പോൾ ആ ചിത്രം നിങ്ങൾ കണ്ടല്ലോ, അതായത് ആരാണിത്? ഈ പറഞ്ഞ റോക്ക് സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇതും മറ്റൊരു റോക്ക് സ്റ്റാറിനെ കുറിച്ചാണ്. അതായത് ഈ പറഞ്ഞ സൈത്താനിക് ഹോൺ എന്ന് പറയുന്ന അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ ഐ ലവ് യു അല്ല, തളവിരൽ മടക്കിയ സൈത്താനിക് ഹോൺ എന്ന് പറയുന്ന ആ ഒരു ചിഹ്നത്തെ അമേരിക്കൻ കൾച്ചറിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത മറ്റൊരു റോക്ക് സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ പേര് റോണി ജെയിംസ് ഡിയോ എന്നാണ്. റോണി ജെയിംസ് ഡിയോയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുവാനിടയായിത്തീർന്നു, അദ്ദേഹവുമായിട്ടുള്ള ചില ചോദ്യോത്തരങ്ങൾ. റോണി ജെയിംസ് ഡിയോയുടെ ആളുകൾ ചോദിച്ചു, നിങ്ങളാണോ ഈ സൈൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കാണിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഈ സൈൻ തുടങ്ങിയത്, പക്ഷേ ഈ സൈൻ പോപ്പുലറൈസ് ചെയ്തത് ഞാനാണ്. പിന്നെ എനിക്ക് ശേഷം പല ആളുകളും ഈ സൈൻ കാണിച്ചിട്ടുണ്ട്. ഏത് സൈനാണ്? ഈ പ്യുവർ ഡെവിൾസ് ഹോൺ സൈൻ, അതായത് തള്ളവിരൽ മടക്കിക്കൊണ്ടുള്ള സൈൻ. എന്നാൽ നിങ്ങൾ കേൾക്കണം, ഈ റോണി
ജെയിംസ് ഡിയോ ഇദ്ദേഹം പല സന്ദർഭങ്ങളിൽ തള്ളവിരൽ മടക്കാതെ തള്ളവിരൽ നോർത്തുള്ള ഐ ലവ് യു സൈൻ തന്നെ ഇതേ ഉപയോഗത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചിരുന്നു. അതായത് സൈത്താനിക് ഹോണിനെ കാണിക്കാൻ വേണ്ടി ഇതേ വ്യക്തി തന്നെ ഉപയോഗിച്ചിരുന്നു. മൂന്നാമത്തെ തെളിവ്, റോണി പറഞ്ഞത് തൻ്റെ ലാറ്റിൻ അമേരിക്കക്കാരിയാകുന്ന ഗ്രാൻഡ് മദർ ലാറ്റിൻ അമേരിക്കയിലെ ഒരു രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ കണ്ണ് കെട്ടുക എന്ന് പറയത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ള കരിങ്കണ്ണന്മാരുടെ കണ്ണിനെ അകറ്റാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സൈനാണിത്. അതുകൊണ്ടാണ് താൻ ഈ സൈൻ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ 3 തെളിവുകൾ തന്നു. ഈ പറഞ്ഞ ഗസ്റ്ററിന് ഐ ലവ് യു എന്ന് മാത്രമല്ല മീനിങ്, ഈ ഗസ്റ്ററിന് ഒന്നിലധികം മീനിങ്ങുകളുണ്ട്. ഇന്ന് പോപ്പുലർ കൾച്ചറിൽ ഈ ഗസ്റ്റർ ഒരു സൈത്താനിക് ഗസ്റ്ററായിട്ട് തന്നെ കണക്കാക്കുന്നു. ഞാൻ ഒരു വീഡിയോ ക്ലിപ്പൂടെ കാണിക്കുന്നുണ്ട്. പണ്ടെന്നോ പാഠഭേദത്തിൽ പറഞ്ഞ ഈ സൈൻ ലാംഗ്വേജിനെ കുറിച്ചുള്ള സൈത്താനിക് സിമ്പിൾസിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുടെ ഭാഗമാണ്. അതിനകത്ത് നിങ്ങൾ നോക്കുക, പോപ്പുലറായിട്ടുള്ള 3 തരത്തിലുള്ള സൈത്താനിക് ഹോണ് അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റു കുറേ സയൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരം സയൻസ് കാണിക്കരുത് എന്ന ഒരു സന്ദേശം കൊടുക്കാനാണ് കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്തതിനൊക്കെ ഇടപെടുന്നത്? ഇത് അവയർനെസ്സാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ സൈത്താനിക് ഹോണ് കാണിക്കുന്നവരുണ്ട്. സൈത്താനിക് ഹോണ് സ്റ്റേജിൽ കാണിച്ച പാസ്റ്ററെ എനിക്കറിയാം. ഞാൻ അടുത്ത വീഡിയോയിൽ അത് പറയുന്നുണ്ട്.